ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും സജീവ ചർച്ചയാവുന്നു. വിവാദ പദ്ധതി പ്രദേശത്ത് ഭൂവുടമ എബ്രഹാം കലമണ്ണിൽ ഡ്രോൺ സർവേ നടത്തിയതോടെയാണ് സംഭവം വീണ്ടും ചർച്ചയാവുന്നത്. ആരെയും കൂടി ഒഴിപ്പിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തെളിയിക്കാനാണ് സർവേ എന്നാണ് വിശദീകരണം. എന്നാൽ വീണ്ടും ഒരു ജനകീയ പ്രക്ഷോഭത്തിന് വഴിവെക്കുന്ന നീക്കത്തിനെതിരെ BJPയും CPMഉം രംഗത്ത് വന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആറന്മുള വിമാനത്താവള പദ്ധതിയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കുന്നത്. പദ്ധതി പ്രദേശത്ത് ഭൂവുടമ എബ്രഹാം കലമണ്ണിലിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനി ഡ്രോൺ സർവേ നടത്തി. തന്റെ പക്കൽ 400 ഏക്കർ ഭൂമിയുണ്ടെന്നും 1000 ഏക്കർ കൂടി ലഭിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നുമാണ് കലമണ്ണിലിന്റെ പ്രതികരണം. UDF സർക്കാരിന്റെ അനുകൂല നിലപാടുണ്ട്. അബിൻ വർക്കിയും ആന്റോ ആന്റണിയും തനിക്കൊപ്പമുണ്ട് എന്നും കലമണ്ണിൽ കൂട്ടിച്ചേർത്തു. പാരിസ്ഥിതിക പ്രോബ്ലം ഇവരാരുമല്ല പരിശോധിക്കേണ്ടത്. അതിന് ഇന്ത്യയിൽ എയർപോർട്ടുകളെ പരിശോധിക്കുന്ന പാരിസ്ഥിതിക കമ്പനികളുണ്ട്. അവരെ കൊണ്ട് ചെയ്യിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്യിച്ചത് മദ്രാസിലൊരു കമ്പനിയാണ്. അവർക്ക് ഹോട്ടലുകളും വലിയ റിസോർട്ടുകളും ഒക്കെ ചെയ്യാനുള്ള 100 കോടി താഴെ. എയർപോർട്ടിന് 1000 കോടിയാണ്. അപ്പോൾ 1000 കോടിയുടെ അല്ല ഇവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ട്രൈബ്യൂണലിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, ഹാവ് യു ഗോട്ട് എനി റിപ്പോർട്ട് ഫ്രം എനി എയർപോർട്ടിൽ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് അതിനുള്ളതായ ക്വാളിഫിക്കേഷൻ ഇല്ല. പാരിസ്ഥിതിക പ്രോബ്ലം ആറന്മുള എയർപോർട്ടിൽ ഇല്ല. അത് മനസ്സിലാക്കണം. എല്ലാവരും അതായി പറയുന്നത്. പാരിസ്ഥിതിക പ്രോബ്ലം സുപ്രീം കോടതി തടഞ്ഞു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തടഞ്ഞു, ഒന്നും ആരും തടഞ്ഞിട്ടില്ല. പരിസ്ഥിതി ലോല പ്രദേശമായ ആറന്മുളയിലെ പുഞ്ചപ്പാടം നികത്തുന്നത് വൻ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും പ്രളയത്തിനും കാരണമാകുമെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ റദ്ദാക്കിയ പദ്ധതി പിന്നീട് സുപ്രീം കോടതിയും ശരിവച്ചതാണ്. 90% നീർത്തടമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുൻപ് ഇവിടെ IT പാർക്ക് തുടങ്ങാനുള്ള പദ്ധതി വരെ സർക്കാർ തള്ളിക്കളഞ്ഞിരുന്നു. പുതിയ നീക്കത്തിനെതിരെ BJP നേതാവ് കുമ്മനം രാജശേഖരൻ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അത് റിയൽ ബിസിനസ്സാണ്. ഇതിന്റെ പിന്നെ വളരെ വ്യക്തമല്ലേ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഡ്രോൺ പരിശോധനയൊക്കെ അടുത്ത് കൊടുമണ്ണിലുണ്ട്. സ്ഥലം നല്ല സ്ഥലമാണ്. അവിടെ ഇടിച്ചു നിരത്തേണ്ട യാതൊരു വിധത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുമില്ല. ഒരു ചെലവുമില്ല. നല്ല സ്ഥലമാണ്. വിമാനത്താവളത്തിന് പറ്റിയ സ്ഥലമാണ്. എന്തുകൊണ്ടത് നോക്കുന്നില്ല? പദ്ധതിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്ന മുന്നറിയിപ്പുമായി CPMഉം രംഗത്തെത്തിയിട്ടുണ്ട്. നെൽവയലുകളും ചതുപ്പുകളും നികത്താൻ അനുവദിക്കില്ലെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി. നിർദ്ദിഷ്ട സ്ഥലത്ത് വിമാനത്താവളം നിർമ്മിക്കുന്നതിൽ CPM നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കും. നിയമപോരാട്ടങ്ങൾക്കും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ അടഞ്ഞുകിടന്ന ആറന്മുള വിമാനത്താവള പദ്ധതി വിവാദമാകുന്നതോടെ പ്രദേശം വീണ്ടും ഒരു സമരഭൂമിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.